ഹലോ ഡിയേഴ്സ്, കോഴിക്കോട് ബീച്ചിലെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ സമയം 1:24 എൻ്റെ സൗണ്ട് ഇച്ചിരി പ്രശ്നമുണ്ട് കൂട്ടുകാർ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ജലദോഷമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി എന്തെന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത്രയും സമയമായിട്ടും നോക്കിയുള്ളൂ, ബീച്ചിലെ തിരക്കും ബീച്ചിലെപ്പോഴും പകൽ പോലെ ജനങ്ങളും വെളിച്ചവും ഒക്കെ ഉണ്ട്. ഈ ശാന്തമായ ഒരു അന്തരീക്ഷം കാണാൻ എന്ത് രസമാണെന്നറിയാവൂ കൂട്ടുകാർ. ബീച്ചിലെ ദൃശ്യങ്ങളാണ് നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാർ. ആലോചിച്ച് കടലിലേക്ക് പോകാൻ കടൽ തീര വന്ന് അടിച്ചു വരുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇച്ചിരി സുനാമിയൊന്നും വരത്തില്ലായിരിക്കും. എന്നാൽ ഈ സമയത്ത് ഒരിക്കലും എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സമയത്ത് ബീച്ചിലൊന്ന് എത്താൻ കഴിഞ്ഞത്. അപ്പോൾ ബീച്ചിലെ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാർ. ഇങ്ങനെ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ആൾക്കാരൊക്കെ ഇപ്പോഴും ബീച്ചിലിരിപ്പുണ്ട്. എന്ത് ശാന്തമായ അന്തരീക്ഷമാണെന്ന് നോക്കിയാൽ കടൽ തിരമാലകൾ ഇങ്ങനെ അടിക്കുന്നു നോക്കുള്ളൂ. ഞാൻ എന്ത് രസമുണ്ട് ബീച്ചും ദൃശ്യങ്ങളും ഒക്കെ കാണാൻ. അവിടെ കുറേ നേരം ചെലവഴിക്കണമെന്ന് തോന്നി. ഇപ്പം ഞങ്ങൾ എന്നെ ഹസ്ബൻഡ് കൂട്ടാൻ വരുന്ന വഴിക്ക് ഇറങ്ങിയതാണ്. അപ്രതീക്ഷിതമായിരുന്ന യാത്രയാണ്. നല്ല മനോഹരമായ കാഴ്ചകൾ ബീച്ചിലേറുന്നു. കണ്ടോ, ആൾക്കാരിയ്ക്കുന്ന കണ്ടില്ലേ? ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട് ബീച്ചിലെല്ലാവരും. കുറേ ആൾക്കാർ ഇപ്പോഴും കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. കണ്ടോ, ചെറിയ കുട്ടി ഫുട്ബോൾ കളിയും കഴിക്കുകയാണ്. ഈ സമയത്ത് ഉറങ്ങേണ്ട കുട്ടിയാണ് അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നത്. നോക്കിയോ, ഇതൊക്കെ കാണാൻ ഇതൊക്കെ ഒരിക്കലും കിട്ടാത്ത ഒരവസരം എന്ന് വേണേൽ പറയാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാത്ത ഒരവസരമാണ്. രസമുണ്ട് കാണാൻ കൂട്ടുകാർ. നിങ്ങളെ കുറേ വീഡിയോയും കൂടെ കാണിക്കാം. ഞങ്ങളങ്ങനെ ഇവിടെ പറയുന്നില്ല. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി. എന്നാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാർ. എന്ത് രസമുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നല്ലോ. കോഴിക്കോട് ബീച്ച് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോണേ. ഈ ഒരു തിരമാല അടിച്ചു വരുന്നുണ്ട്, അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. വലിയൊരു തിരമാല നോക്കിയാൽ അതിൻ്റെ ബീച്ചിൻ്റെ ഫ്രണ്ടിലെല്ലാം പ്രകാശം, ലൈറ്റുകളുടെ കളർഫുള്ളായിട്ടുള്ള ലൈറ്റ് സെറ്റിങ്സ് ഉണ്ട്. അതാണ് ബാക്കിലൊക്കെ കാണുന്നത്. ഫ്രണ്ടിൽ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കാൻ, ശാന്തമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. തിരമാലകൾ ഗർജിക്കുന്നതാണ്. തിരിച്ചു പോകാനുള്ള സമയമായി കൂട്ടുകാരെ. ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ ബൈ, സീ യു. വേറൊരു ദൃശ്യം കാണാം. വീട്ടിലെ ഫ്രണ്ടിലിങ്ങനെ ബീച്ചിന് പുറത്തുനിന്ന് ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിൽ വന്നപ്പോൾ അവിടെ ആൾക്കാർ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കൂട്ടുകാരെ കാണുന്നത്.